Hello, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഈ വീഡിയോ എടുക്കുന്നത് നൈറ്റ് 12:30-ക്കാണ്. ഇതിപ്പോൾ എന്താ ക്യാപ്ചർ ചെയ്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് ആണ്. സാധാരണ സന്തോഷമായിരിക്കും, കാരണം റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഞങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ റിലീജിയനിലായത് കാരണം രജിസ്റ്റർ മാരേജ് ആയിട്ടാണ് വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്ക് ടു ഇപ്പോൾ ഒരു 4 months ആവുന്നു. അപ്പോൾ ഇപ്പോഴാണ് വെഡ്ഡിങ് റിസപ്ഷൻ നമുക്ക് നാളെയാണ്. അപ്പോൾ രാത്രി നിന്നാണ് ഞാൻ ഇത് ക്യാപ്ചർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇമോഷണലായത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ ഒരു ജേണി, ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ, പാർട്ട്നേഴ്സ് ആകുമ്പോൾ ആ ഒരു കംപ്ലീറ്റ്ലി ഒരു മാരേജ് ലൈഫ് എന്നൊക്കെ പറയുന്ന ആ ഒരു മൊമെൻറ്റിലോട്ട് പോവാണ്. പക്ഷെ ഞാൻ ശരിക്കും പഴയ സമയം, കാരണം നമ്മൾ അവിടെ ഇവിടെ ഇരുന്ന് ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും, പിന്നെ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ജേണി നല്ല രീതിക്ക് മിസ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, നല്ല എന്താ പറയുക, നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതൊരു ചെറിയൊരു ടീ ടൈം ആണെങ്കിൽ പോലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ആ ഒരു നമ്മൾ ഒരുമിച്ചാകുന്നതിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം അങ്ങനെയുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഭയങ്കരമായിട്ടും. നമ്മളൊരു വീട്ടിൽ ഒരുമിച്ചുള്ളപ്പോൾ പഴയ ആ ഒരു ഇതൊക്കെ നമുക്ക് മിസ് ചെയ്യുള്ളൂ. എനിക്ക് സത്യമായിട്ടും ഇമോഷണലി സങ്കടം വന്നു. അപ്പോൾ എനിക്കത് ക്യാപ്ചർ ചെയ്യണം എന്ന് തോന്നി. അതാണ് ഈ ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തെ ഡേയുടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ രജിസ്റ്റർ ലുക്കും അന്നത്തെ വീഡിയോസും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ബാക്കി എന്താ പറയുക, ബാക്കി ഈ ഒരു റിസപ്ഷൻ്റെ ഫുൾ ലുക്കും കാര്യങ്ങളൊക്കെ നാളത്തെ പോർഷനിലായിരിക്കും. നാളെ ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ബൈ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആവാനുള്ള, അതായത് ബ്യൂട്ടീഷ്യൻ വരും. അപ്പോൾ അലീന എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയാണ് എൻ്റെ മേക്ക് ഓവർ ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്കാരി ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര എങ്ങനെ ഉണ്ടാവും ഫൈനൽ ലുക്ക്. എനിക്ക് രജിസ്റ്ററിന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എങ്ങനെ വേണം ലുക്ക്, എങ്ങനെ വേണം എന്നുള്ളൊരു എനിക്കൊരു ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത, എങ്ങനെയായിരിക്കും, ഞാൻ അങ്ങനത്തെ ഒരു ലുക്കിൽ എന്നെ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നീറ്റ് കുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. Every day with you is magic. Every kiss is better than the last. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വെഡിങ് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു റെഡിയായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഹോളിലേക്ക് എൻ്റർ ചെയ്തു. ഓൾമോസ്റ്റ് ആളുകളൊക്കെ ഒരു 8 o'clock കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ കയറിയപ്പോൾ അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. 8 o'clock കഴിഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ വന്നു, ഗസ്റ്റൊക്കെ എല്ലാം വന്നു തുടങ്ങി. അപ്പോൾ ഈ ലുക്കും അതായത് എൻ്റെയും അത് ഗ്രൂമിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Every day. More likely to start a fight. ആരാണ് നോക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഗിഫ്റ്റ് അൺബോക്സിങ് ആയിരുന്നു കേട്ടോ. അതായിരുന്നു അന്നത്തെ പരിപാടി. അപ്പോൾ പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾക്ക് സ്റ്റേജിലുമായിട്ട് വെച്ചിട്ട് ഇങ്ങനെ 1-2 നല്ല അടിപൊളി ഗിഫ്റ്റുകൾ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു പ്രീഷ്യസ് ഒരു മൊമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓൾമോസ്റ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. സൗണ്ട് കട്ടേണ് ഞാൻ തടസ്സം പറയുന്നു.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ പിക്ചേഴ്സ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഐഡിയിലൊന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.